ഹലോ ഗൈസ്, നമ്മുടെ ഈ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് ബ്രെഡും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പിന്നെ ബ്രെഡ് ആക്കുമായിരുന്നു. ബ്രെഡ് ജസ്റ്റ് നെയ്യാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റല്ല, എന്താ പറയുക, ചൂടാക്കി എടുക്കുമായിരുന്നു കേട്ടോ പാനിൽ വെച്ചിട്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ആൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഞാൻ സാധാ ബ്രെഡാണ് എടുത്തത്. ബ്രെഡ്, ചിക്കൻ കറി, പിന്നെ അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഇന്ന് നമുക്കിന്നൊരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം തന്നെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മേമേരെ വീട്ടിലേക്ക് പോകാണ്ട്, എൻ്റെ ഗുരുവായൂരുള്ളത്. അപ്പം അങ്ങോട്ട് പോവാണ്. അങ്ങനെ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി. ഓൾറെഡി നമ്മൾ ലേറ്റായിട്ട്, വേറെ ഒന്നല്ല ഗൈസ്, നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:40 10:30 മൂവി ഉണ്ടായിരുന്നു. എന്നാലും വേഗം എത്തി നമ്മൾ പെടഞ്ഞിട്ട്. ഇന്ന് നമ്മൾ സിനിമ കാണാൻ പോയത് വേറെ ഒന്നല്ല, തുടരും മൂവിയാണ് കേട്ടോ കാണാൻ പോയത്. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ സിനിമ കണ്ടിറങ്ങി. മൂവി അത്ര അങ്ങോട്ട് വലുതായില്ല, കുഴപ്പമില്ല എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ മേമരെ വീട്ടിലെത്തിയിട്ട് നേരെ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു, മാമന്, ആൻറ്റി, മേമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിക്കാൻ സാമ്പാർ, ചിക്കൻ, കാബേജ് ഉപ്പേരിയൊക്കെ ആയിരുന്നു. ഇത് അവിടുത്തെ അമ്മാമ്മയാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിള്ളേരുടെ ഓൾറെഡി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അവിടെ ഇരുന്ന് എന്തോ കളിക്കുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് മാമനും ഉണ്ണിയോളൊക്കെ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് എങ്ങോട്ടേക്ക് പോകാനുണ്ട്, വേറെ സ്ഥലത്തേക്കൊക്കെ. അപ്പം സിനിമ കാണാനൊക്കെ ആയിട്ട് വന്നതാണ് മെയിനായിട്ട് കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ബാക്കി ഞങ്ങളും മേമ്മമാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ പോയി. അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. സിനിമ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ 2 മണിയായി. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടെ ഉണ്ണിയോളൊക്കെ ഏറ്റി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്ക് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മേമ്മ മാങ്ങ കൊടുന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയായിരുന്നു. അവരവിടെ വീട്ടിൽ നിറയെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തൊലി ചെത്തിയിട്ട് എല്ലാവർക്കും കൊടുക്കായിരുന്നു. ഇതാണ് മേമയുടെ മൂത്തത് കേട്ടോ. അതിന് ഫോൺ കണ്ടു കഴിഞ്ഞാൽ അപ്പം 2 നമ്മുടെ ആമയുടെ തല പോണ പോലെ 2 തല പോവും. മൂപ്പരാൾ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കണതൊന്നും. കണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കില്ല. അപ്പം മൂപ്പരാൾ മാങ്ങ കഴിക്കലാണ് 2 പേരും ഇരുന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ മേമയുടെ റൂമിൽ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചാരി കസാരി ഉണ്ട് കേട്ടോ. അതും വരുന്ന ആടാണ്. മൂപ്പരാൾ വീഡിയോ എടുക്കണതൊന്നും കണ്ടിട്ടില്ല. വീഡിയോ എടുക്കണത് കണ്ട് ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ. എന്തൊക്കെയോ ആലോചനയിലാണ് പുള്ളി ഇരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനും വന്നിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ചാരു കസാരയ്ക്ക് ഒരു ആട്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വീഴുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അധിക നേരം ഇരിക്കാനായിട്ട് പോയില്ല. ഞങ്ങൾ 4 മണി 5 മണിയായിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. വേറെ ഒന്നല്ല കേട്ടോ, മേമേരെ അവിടെ ഒരു പാടുണ്ട്. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന മൂവി ഉണ്ടായിരുന്നില്ലേ, അതിൽ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവളെ കാണുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടുത്തെ പാടാട്ടത്. ഇവിടെ വെച്ചിട്ടാണ് ആ ഷൂട്ടിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, അവിടെ ഇങ്ങനെ നല്ല ഇരിക്കാനൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ കസാര അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടി ഇരിക്കാൻ. കാറ്റൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നടക്കാനും പിന്നെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞങ്ങളപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാം. പാടാണ് ഫുള്ള്. അപ്പോൾ അതേ ഈ പുല്ലിൻ്റെ ഇടയിൽ 2-3 പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ. തല മാത്രം ഒക്കത്തിന് കാണുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു കുറവെന്ന് പറയണത് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്പോട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തട്ടുകടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് വന്നിരിക്കാം, കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങനെ നടന്നപ്പോൾ അവിടെ 2 പേരും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു തോട് പോലെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ മീൻ അങ്ങനത്തെയൊക്കെ മീനുകളായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ നടന്നു കേട്ടോ. നമ്മളെ മേമയും ഉണ്ണിയോളും പിന്നെ 2 പാപ്പന്മാരുമാണ് വന്നതുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രണവ് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നിറയെ സപ്പോർട്ട് ഉണ്ടാക്കി നിന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നടക്കണ സ്ഥലത്തെ ഇടയിൽ നിറയെ ചെടികളാണ്.
അപ്പോൾ അത് ഇതിനെ ചിക്കു എന്നൊക്കെ പറയും കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം കുഞ്ഞീതായിട്ടുള്ളൂ, വലുതായിട്ടില്ല. വലുതായതൊക്കെ അവിടെ ചേച്ചിമാർ അടിച്ചു വാരണവർ പൊട്ടിച്ച് വെക്കുന്നായിരുന്നു. അപ്പോൾ ഒരു വലുത് കണ്ടപ്പോൾ ഞാനത് പൊട്ടിച്ചു കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ പശ വീഴുന്നുണ്ടായിരുന്നു. പഴുക്കാറായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നാലും നമുക്ക് വെച്ച് നോക്കാം, പഴുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ചെറിയത് നല്ല പീക്കിരി കുറേ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ അവിടെ ചേച്ചിമാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് പഴുത്തിട്ടില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ് നമ്മൾ പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു. ഈ ചിക്കൻ നമ്മുടെ അവിടെ നിൽക്കാമെന്ന് വേണ്ടി വന്നതാട്ടോ. എന്നിട്ട് അവസാനം അവന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ വന്നിട്ട് അന്നപ്പം തന്നെ കൊണ്ടാക്കിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എല്ലാവർക്കും